Good morning, all. നമ്മൾ 21 ദിവസത്തെ ചലഞ്ച് ചെയ്താണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള ഓരോ ടൂളുകളും നമുക്ക് എങ്ങനെ നിത്യജീവിതത്തിൽ സാമ്പത്തികം കണ്ടെത്താം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വരുമാന മാർഗം ഉണ്ടാക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തതിന്റെ. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ ടൂളുകളാണ്, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്ന് ഉള്ളൊരു അറിവ് കൂടെ കിട്ടും. നമ്മള് ChatGPT കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് കണ്ടന്റ് ക്രിയേഷനാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട്, ബിനിജ് ബോസ്. അത് നന്നായിട്ട് നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്. ഇത് ഒരു വെബ്സൈറ്റ് ആണ്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയുടെ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയുടെ കാണിക്കുന്നത്. 15,500 മുതൽ 22,000 രൂപ ഒരു മാസം കണ്ടന്റ് റൈറ്റർ. അത് മലയാളം കണ്ടന്റ് റൈറ്ററിന്റെ കേസാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ഗ്രൂപ്പിൽ കണ്ടന്റ് റൈറ്റർ വേണം. പറഞ്ഞിരിക്കുന്ന സാലറി 25,000 മുതൽ 30,000 രൂപ മാസം. മലയാളം കണ്ടന്റ് റൈറ്റർ. ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ അതിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഒരു വരുമാന മാർഗം ഇതാണ്. കണ്ടന്റുകൾ തയ്യാറാക്കി ChatGPT എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു പല ടൂളുകളുണ്ടാവും, ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുമോ? വേറെ നിങ്ങളെല്ലാം മനസ്സിലായിട്ടുള്ളതിൽ കണ്ടന്റ് ക്രിയേറ്റർ ആകുക എന്നുള്ളത് ഒരു വരുമാന മാർഗം. മറ്റുള്ളതെന്ന് പറയാമോ? ഏതെങ്കിലും ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. ആരും അനങ്ങുന്നില്ല. ഇതൊരു മൈക്രോ ജോബ് സൈറ്റിന്റെ ലിങ്കാണ്. പറയുന്ന ഫൈവർ എന്ന് പറയുന്ന ഒരു സൈറ്റ് എടുത്ത് നോക്കാം. ഫൈവർ കേട്ടിട്ടുണ്ടോ? മൈക്രോ ജോബ് സൈറ്റ് ആണ് ഫൈവർ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രഭാര സാറാണോ? മഴയാണോ? ഓക്കെ ഓക്കെ. നമുക്കിതിനകത്ത് ഫ്രീലാൻസറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാവുന്ന ഒരു സൈറ്റാണ് ഫൈവർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലോഗോ ഡിസൈൻ, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കണ്ട നിരവധി
അത് ഫൈവറിൽ ഓരോരുത്തർ ചെയ്തിരിക്കുന്ന വർക്കുകളാണ്. നമ്മൾ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, അതുപോലെ തന്നെ എന്താ പറയുക, വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പൊ നമ്മളുടെ ക്രിയേറ്റിവിറ്റി, നമ്മളുടെ ക്രിയേഷൻ നമുക്ക് ഇവിടെ ഇതിനകത്ത് കൊണ്ട് ലിസ്റ്റ് ചെയ്യാം. ആർട്ടിസ്റ്റ് ആണ്. നമ്മൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ചിത്രം നമുക്കിവിടെ വിൽപ്പനയ്ക്ക് വയ്ക്കാം. അതുപോലെ നമ്മുടെ യൂണിസാറ് ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിരുന്നു ടെംപ്ലേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ. നമ്മളിപ്പോ ഗാമ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു. അപ്പൊ ആ ഗാമ ഉപയോഗിച്ച് നമുക്ക് പ്രസന്റേഷന്റെ ടെംപ്ലേറ്റ്സുകൾ ഉണ്ടാക്കിയിട്ടിട്ട് അത് നമുക്ക് ഇതേപോലുള്ള സൈറ്റുകളിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വ്യക്തി ലോഗോ ഡിസൈനിന്, ഈ വ്യക്തിയുടെ പേരുണ്ട് ആദിൽ, അത് വാങ്ങുന്ന എമൗണ്ട് കണ്ടു കാണാമോ? ഇത് ലോഗോ ഡിസൈൻ ചെയ്ത് നൽകുന്നതിനുള്ള അയാളുടെ എമൗണ്ട് ആണ്. ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്നതിന് 3000 രൂപ. എന്ന് പറയുന്ന പോലെ നമുക്കും AI ടൂൾ ഉപയോഗിച്ച് പിന്നെ വരുമാനം ഉണ്ടാക്കാനാണ്. ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റിന്റെ വിൽപ്പന നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ വരുന്നതാണ്. ഒന്ന് ഓൺലൈൻ കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസ് ചെയ്യാം. പ്രിന്റബിൾസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ മഗ്ഗിലൊക്കെ പ്രിന്റ് ചെയ്ത് തരില്ലേ, അതുപോലെ തന്നെ ടീഷർട്ടിലൊക്കെ പ്രിന്റിങ് വരില്ലേ, കണ്ടിട്ടില്ലേ? ടീഷർട്ട് അതേപോലെ തന്നെ മഗ്ഗിലൊക്കെ പിക്ചറുകൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് അതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യാൻ കഴിയും. ടെംപ്ലേറ്റ്, ഇപ്പൊ പറഞ്ഞ ടെംപ്ലേറ്റ്സ്, അതുപോലെ തന്നെ ബുക്കുകൾ, ബുക്കുകൾ നമുക്ക് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ChatGPT പോലുള്ള അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ആക്കാം. ബുക്ക് ആക്കി നമുക്കത് Etsy എന്ന് പറയുന്ന സൈറ്റ് കണ്ടിട്ടുണ്ടോ? ഇതും ഒരു പിന്നെ നമ്മളുടെ ഡിജിറ്റൽ ക്രിയേറ്റിവിറ്റി ഒക്കെ പിന്നെ സെല് ചെയ്യാവുന്ന ഒരു സൈറ്റാണ് Etsy ഇന്ത്യ. ഇവിടെ ഗിഫ്റ്റുകൾ നമുക്ക് ഉണ്ടാക്കി, നമ്മുടെ ഷിജിന മാം ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഷിജിന മാമിന്റെ ക്രിയേറ്റിവിറ്റി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തും. OLX മാതിരിയാണോ സാറേ? OLX പോലെ തന്നെ. OLX എന്ന് പറഞ്ഞാൽ വളരെ ലോകലാണ്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും വിൽപ്പന നടത്താവുന്ന ഒരു സൈറ്റാണ് Etsy. അതേപോലെ തന്നെ KDP എന്ന് പറയും. അതായത് ആമസോണിന്റെ ഒരു പ്രൊഡക്റ്റാണ് കിൻലെ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കിൻലെ ഡയറക്റ്റ് പബ്ലിഷിംഗ് എന്ന് പറയും. നമ്മളുടെ ഈ ബുക്കുകൾ നമുക്ക് വായിക്കാൻ പറ്റണതല്ല, പ്രിന്റ് എടുക്കാൻ പറ്റില്ല. ഏതാണ് വായിക്കാൻ പറ്റണതല്ല, PDF മാതിരി. അതെ അതെ, വായിക്കാൻ പറ്റുന്ന നമ്മളത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ബുക്സ് എന്താ പറയാ ഒരു ടാബ് പോലെയാണ്. അത് ഉപയോഗിച്ച് നമുക്ക് വായിക്കാം. അത് കിൻലെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇതല്ല, കിൻലെ ഡിജിറ്റൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഈ സൈറ്റ് വഴി നമുക്ക് പബ്ലിഷ് ചെയ്യാം. നമ്മളുടെ സ്വന്തം പ്രൊഡക്റ്റുകളും
നമ്മുടെ സ്വന്തം ഇ ബുക്കുകൾ നമുക്ക് ഇതിനകത്ത് പബ്ലിഷ് ചെയ്യും. ഇത് ആമസോണിന്റെ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ അത് നമുക്കൊരു വരുമാന മാർഗമാണ്. മിറാസിൽ മേഡത്തിന്റെ കയ്യിലുണ്ട് അത്. കിൻഡ്ലെ. ഇതുണ്ടോ കിൻഡ്ലെ? മിറാസിൽ മേഡത്തിന്റെ കയ്യിലുണ്ട്, അവർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അത് നമ്മള് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്കത് വായിക്കും. പിന്നെ ഇ ബുക്ക് അതുപോലെ ഓഡിയോ ബുക്ക് രണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ സൈറ്റുകളിൽ ചെയ്യാവുന്ന. പിന്നെ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റസ്റ്റ് നമ്മള് ഈ റേഡിയോ സംപ്രേഷണം പോലെ തന്നെ ചെയ്യാവുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻ, പിന്നെ സൗണ്ട് എഫക്ട്സ് ആൻഡ് മ്യൂസിക്, റോയൽറ്റി ഫ്രീ മ്യൂസിക്കുകൾ നമുക്ക് നമ്മളിപ്പോ സുനോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നതാണ്. അത് ഉപയോഗിച്ച് നമുക്ക് മ്യൂസിക് ക്രിയേറ്റ് ചെയ്തത് നമുക്ക് അപ്ലോഡ് ചെയ്യാം. വെബിനാറുകൾ, ഓൺലൈൻ കോഴ്സസും വെബിനാറുകളും അതേപോലെ തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്നു. ഓൺലൈൻ കോഴ്സസ് അല്ലെങ്കിൽ വെബിനാറുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് വരുമാന മാർഗമാക്കാൻ പറ്റുന്ന 2 സൈറ്റിലൂടെ നമുക്കൊന്ന് പറയാം. എക്സി ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ കിൻഡലിന്റെ ഞാൻ പറഞ്ഞു. ടീച്ചബിൾ നമ്മുടെ രാജാറാം സാറ് പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ടീച്ചബിൾ സിലബസ് ഒക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം. അതെ അതെ അതെ. അപ്പൊ അത് നമുക്ക് അതുവഴി നമുക്ക് നമ്മളുടെ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. പിന്നീട് ചെയ്യാവുന്ന ഒരു നമ്മളുടെ കോഴ്സുകളോ വെബിനാറുകളോ ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഗംറോഡ്. ജസ്റ്റ് ഒന്ന് കാണിക്കാമത് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. സാർ ഉപയോഗിക്കുന്നുണ്ടോ ഗംറോഡ്? ഇല്ല, ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഗംറോഡ് ഇത് PPT യാ? അല്ല, PPT അല്ല, ഇത് പിന്നെ ഒരു കോഴ്സ് അതേപോലെ തന്നെ വെബിനാറൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു സൈറ്റാണ്. പബ്ലിഷ് ചെയ്യുന്ന സ്ഥലമാണോ? അതെ, ഇതുവഴി നമുക്ക് പിന്നെ എന്താ പറയാ, ഓൺലൈൻ വഴി നമുക്ക് ചെയ്യുന്നതിന് ഉള്ളതാണ് ഒരു സെക്കൻഡ്. കോഴ്സ് സെല്ലിംഗ് ആണോ? അതെ, കോഴ്സ് സെല് ചെയ്യാം, വെബിനാർ സെല് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ടീച്ചബിളൊക്കെ പോലെ ആയിരിക്കും അല്ലേ? അതെ അതെ, ടീച്ചബിൾ പോലെ തന്നെ. ഓക്കെ. ഇത് ഉപയോഗിച്ചിട്ടില്ല. ഞാനിപ്പോ ഗ്രാഫി അതേപോലെ ക്ലാസ് പ്ലസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത്തരം സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാനതിന്റെ സൈനപ്പിലേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയില്ല. എന്താണ് കാര്യം? അതിനകത്ത് ചെയ്യണമെങ്കിൽ അത് പേയ്മെന്റ് ആയി കൊടുത്ത് ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. പേയ്മെന്റ് മാത്രമല്ല, GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞാൻ ബാക്കിലേക്ക് പോകും. GST ആവശ്യമില്ല. അതായത് നമുക്ക് ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് അതിനും ഇപ്പം ഗ്രാഫിക്കകത്തായാലും ക്ലാസ് പ്ലസിനകത്തായാലും AI ഇൻബിൽഡ് ആണ്. അതെ, ഗ്രാഫിലുണ്ടോ? ഗ്രാഫില് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യടാ, കോഴ്സ് അടിച്ചെടുത്താൽ മതി. അതിന് അനുസരിച്ചുള്ള ഞാൻ ഗ്രാഫി നോക്കിയിരുന്നല്ലേ, AI ബിൽഡിംഗ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഉണ്ടാക്കി തരും ഇങ്ങോട്ടേക്ക്. എയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ടിങ് ടീം വളരെ മോശമാണ്. ഇതിനകത്ത് 3D ഡിസൈൻ, അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് സെൽഫ് ഇംപ്രൂവ്മെന്റ്, റൈറ്റിംഗ്, പബ്ലിഷിംഗ്, ബിസിനസ് ആൻഡ് മണി, എന്ത് വേണ്ട കോമിക്സ്, ഫിക്ഷൻ ബുക്ക്, ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് ഫിലിം, ഓഡിയോ,
അതുപോലെ തന്നെ നമ്മൾ വെബിനാർ കോഴ്സ് എല്ലാം ഇത് ചെയ്യാൻ സംഭവം. ഇത് ഫ്രീ ആയിട്ടുള്ളതാണ്. systemi.io. ഇത് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ബാക്കി നിങ്ങൾ അത് നോക്കേണ്ടി വരും. ലൈഫ് ടൈം ആക്സസ് ആണ്, ഫോർ ഫ്രീ. രണ്ടായിരം കോണ്ടാക്ട് ഒരു കമ്മ്യൂണിറ്റി, ഫ്രീ ഒറ്റ കമ്മ്യൂണിറ്റിയെ ഉള്ളൂ. അതായത് ഒറ്റ ബ്ലോഗും ഒറ്റ കോഴ്സും മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാണിക്കാൻ വേണ്ടി അതിന്റെ അവരുടെ പെയ്ഡ് വേർഷന്റെ കാര്യങ്ങളെ കാണിക്കും. systemi.io. അത് ഫ്രീ വേർഷൻ കിട്ടും. നമുക്ക് ട്രയൽ നോക്കാനായിട്ട് ഫ്രീ വേർഷൻ ഉണ്ട്. അത് ലൈഫ് ലോങ് ആണ്. ഇത് നമുക്ക് എന്താണ്, നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാവുന്ന ഒരു സൈറ്റാണ്.